ഇപ്പോഴത്തെ സംസ്ഥാന അവാർഡ് നിങ്ങൾ അതായത് ക്യാപ്ഷൻ റീഡ് ചെയ്ത് കാണും. ചിലർക്കൊക്കെ വേണ്ടി ഈ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയുന്നില്ലേ, ശബ്ദമില്ലാത്തവരുടെ ശബ്ദം, ആ ശബ്ദം ആരുടെയെങ്കിലൊക്കെ ഉയർന്നു വന്നാൽ അവരുടെ ശബ്ദം ചവിട്ടി മെതിക്കാൻ വേണ്ടി കുറെ ഈ വാമനന്മാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. പലപ്പോഴും സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള മനുഷ്യർ ഉയർന്നു വന്നാൽ ആ മാവേലിയെ ചവിട്ടിത്താഴ്ത്തുന്ന വാമനന്മാരെ കുറിച്ച് നമ്മൾ 4 വാചകം പറയണമല്ലോ, അല്ലെങ്കിൽ അതങ്ങോട്ട് ശരിയാകത്തില്ല. അപ്പോ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, എന്താണ് ഓഡിയോ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ, ക്ലിയർ ആണോ? ആരെങ്കിലും 1-2 പേരൊന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ. കുറച്ചു പേരൊക്കെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. തിരുവനന്തപുരത്ത് പിന്നെ മഴയും കൂടിയാണ്. പലപ്പോഴും ലൈവ് പറഞ്ഞ സന്ദർഭങ്ങളിൽ ഒരു പ്രതിഭാസം പോലെയാണ്. ഇപ്പോ കുറച്ച് തീവ്രമായ മഴയുണ്ടായിരുന്നു. അപ്പൊ എന്താണ്, കേൾക്കാൻ പറ്റുന്നുണ്ടോ? വൈകുന്നേരം ഓഫ് മൂഡിലേക്ക് വന്നവർക്ക് കുറച്ച് സമയം കവർന്നെടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ആ സമയത്തിൽ നിങ്ങളുടെയും കൂടെ ചിന്താശേഷിയിലൂടെ ഒന്ന് കടന്നു പോകണം. കാര്യം സമൂഹത്തിനിടയിൽ തെറ്റിദ്ധരിപ്പിക്കലുകളുടെ പ്രളയം, മഹാപ്രളയം, അതിന്റെ ഇടയിൽ ചെറിയ ചെറിയ ശബ്ദങ്ങളായിട്ടാണല്ലോ നമ്മൾക്ക് ചില കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്. അതിന് ഭയങ്കര റീച്ച് ഇല്ലെങ്കിൽ പോലും ചെറിയ റീച്ചിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ കാര്യം കേൾക്കുന്നവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. സോളി മാത്യു, ഹായ്. അപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞാൽ മതി. ഹായ്. അപ്പോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒരു ഫോട്ടോ വിസിബിൾ അല്ലാത്തതുകൊണ്ട് കൃത്യമായിട്ട് ഏജ് അറിയാൻ പറ്റുന്നില്ല. പ്രായമായ എന്നെക്കാളും ഏജിലാണോ ഒന്നിനെ കുറിച്ചും അറിയില്ല. എന്തായാലും എന്റെ ഓഡിയോ വിസിബിൾ ആണോ സോളി എന്ന് പറഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ കൂടി അങ്ങോട്ട് വിശദീകരിക്കായിരുന്നു. കുറച്ച് കാലമായിട്ട് ലൈവ് ഇരിക്കാത്തതിന്റെ ചില സാങ്കേതിക പ്രശ്നം കൂടിയുണ്ട്. രതീഷ് പൂവച്ചൻ, ഹായ്. എന്തുണ്ട് രതീഷ്, വിശേഷങ്ങളൊക്കെ? നാട്ടിലെ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മുടെ ഈ വേടന് അവാർഡ് കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ രേഖപ്പെടുത്തണം. എന്താണ് സംസ്ഥാന സർക്കാർ? ചിലർക്കത് വോട്ട് രാഷ്ട്രീയമാണ്. കാര്യം എന്ത് ചെയ്താലും പ്രശ്നമാണ്. നീളയും പോകാൻ പറ്റില്ല, കുറുകയും പോകാൻ പറ്റില്ല. അതാണ് നമ്മുടെ നാട്. അപ്പോ സോളി മാത്യു, യെസ്, ഓക്കെ. അപ്പം മുത്തേ കേൾക്കുന്നുണ്ട്, താങ്ക് യു. അത്രയും സ്നേഹമൊക്കെ മാറി അങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ് കേൾക്കുന്നതിൽ തന്നെ സന്തോഷം. ചിലരെങ്കിലും അത്രയും വാക്കുകളൊക്കെ നമ്മളോട് ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. ബൈജാപ്പൻ ഒണ്ണസ്, ഹായ് ചേട്ടാ, ഹായ് ബ്രോ, ഹായ്. എന്തുണ്ട്? അപ്പോ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ട്. ശിവദാസൻ, ലിജു തോന്നിക്കൽ. അപ്പോ പറയാൻ വന്ന ഇത്ര കാര്യമാണ്, നമുക്ക് വച്ച് നീട്ടണ്ട, നിങ്ങളുടെ സമയം കവരണില്ല. അതായത് വേടന് സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചു. അതായത് ചരിത്രത്തിന്റെ ഈ സംസ്ഥാന അവാർഡുകളിലൂടെയൊക്കെ നമ്മളൊന്ന് കടന്നു പോയി കഴിഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിൽ എല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ടല്ലോ. അതായത് സിസ്റ്റങ്ങൾക്ക് പുറത്തേക്ക് പോകാനേ പാടില്ല. നമ്മളിവിടെ ഒരു രാജകീയ കാലഘട്ടം തൊട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആസ്വദിക്കേണ്ടത് എന്താണ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നടക്കേണ്ട, ജീവിതത്തിൽ നിങ്ങൾ എടുക്കേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അദൃശ്യമായിട്ട് നമ്മളുടെ മേലേക്ക് അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒന്നും പാടില്ല. ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഈ റാപ്പ് സംഗീതവുമായി ബന്ധപ്പെട്ട് ശശികല, അറിയാലോ, ഹിന്ദു ഐക്യവേദിയുടെ നേതാവ്, തീവ്ര വിശകല എന്ന് വേണമെങ്കിൽ പറയാം, അവര് പറഞ്ഞൊരു വാചകമുണ്ട്. എന്തിനാണ് റാപ്പ് പാടിയത്? നിങ്ങൾക്ക് എത്ര ഗോത്രകലകളുണ്ട് എന്ന് ചോദിച്ചത് നിങ്ങൾ കേട്ടതാണ്. അതായത് ഗോത്രകല, ഈ ഗോത്രകലയൊന്നും ഇതുവരെ സംസ്ഥാന അവാർഡുകൾക്കൊന്നും പരിഗണിച്ചിട്ടേ ഇല്ല. അതൊക്കെ എന്താണ്, അവരവരുടെ ഇടയിലേക്കൊക്കെ ആചരിച്ച് തീർക്കേണ്ട കാര്യമാണ്. അതങ്ങനെ പാടുള്ളൂ. അതല്ലാതെ ശുദ്ധ സംഗീതം, അതായത് സാ രി ഗ മ പ എന്നൊക്കെ പറയുന്ന ആ ശുദ്ധ സംഗീതം അല്ലാതെ മറ്റൊന്നും ഇവിടെ കലയല്ല. കാര്യം ഈ സവർണരുടെ കുടുംബം അകത്തളങ്ങളിൽ മാത്രം ആചരിക്കുന്നത് മാത്രമാണ് കല. അവരാസ്വദിക്കുന്നതും പൂണൂരത്തവർ പാടുന്ന കർണാടിക് മാത്രമാണ് ഈ നാട്ടിലെ ആസ്വാദന കലയായിട്ട് നിങ്ങൾ അങ്ങ് ഏറ്റെടുത്തോളണം. അത് ആരാണ് പറയുന്നത്? ഈ നാട്ടിൽ ഏത് സംഗീതം ഇന്നത്തെ കാലഘട്ടത്തിൽ ആസ്വദിക്കണ്ട എന്നുള്ളതൊക്കെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വേടൻ ആ ഒരു വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന ആ ഒരു പാട്ട് പാടുകയാണ്. ആ പാട്ട് പാടിയതിനു ശേഷം അത് ജനം ഏറ്റെടുക്കണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത് വേടനല്ല, അത് ജനമാണ്. ഇപ്പൊ ഞാൻ ഈ ഇരുന്ന് വർത്തമാനം പറയുന്ന കാര്യം ഇത് നിങ്ങൾ കേൾക്കണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത് നിങ്ങളാണ്. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്.
ആ സ്വാതന്ത്ര്യത്തിന് മേലാണ് ചിലർ വിരൽ ചൂണ്ടിയിട്ട് പറയാണ്, നിങ്ങൾ എന്തിന് ഈ പറയുന്ന വേടന് അവാർഡ് കൊടുത്തു? ദേവരാജൻ മാസ്റ്റർ, ഗിരീഷ് പുത്തഞ്ചേരി, വയലാർ തുടങ്ങി ഒരു വലിയ പാരമ്പര്യത്തിന്റെ കഥ പറയുന്നുണ്ട്. ആ പാരമ്പര്യം മാത്രമാണ് ഈ നാട്ടിലെ സംഗീതം, മറ്റൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ലെന്നേ അത് പറയുന്നവർ ഈ പേരിനൊപ്പം ജാതിവാൽ ഉണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കണം കേട്ടോ. അവിടെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ആ ജാതിവാലുകാർക്കാണ് ഇത് പൊള്ളലേൽപ്പിച്ചിരിക്കുന്നത്. അതെ, പൊള്ളലേൽപ്പിക്കാൻ തന്നെയാണ് ആ തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് ഒരു സാധാരണപ്പെട്ട കലാകാരനൊക്കെ സിനിമാ മേഖലയുടെ തലപ്പത്തേക്കൊക്കെ എത്താനെന്ന് പറഞ്ഞാൽ, ഇപ്പോ വേടൻ എന്നൊരു കലാകാരൻ റാപ്പ് എന്ന് പറഞ്ഞാൽ റിതം ആൻഡ് പോയട്രി എന്നാണ് അതിനെ പറയപ്പെടുന്നത്. അത് നമ്മൾ ഫോറിൻ നാടുകളിൽ നിന്ന്, എനിക്കൊന്ന് റഷ്യയിൽ നിന്നങ്ങനെയാണ് അത് കടം കൊണ്ട് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഫോറിൻ പോയട്രി, ആ പോയട്രിയാണ്, അതിലൊരു ഋതുവുണ്ട് പോയട്രിക്ക്. അത് പാടുന്ന ഈ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ സാരിഗമ ആ താളത്തിൽ കർണാട്ടിക് മ്യൂസിക്കോ ഇവർ പറയുന്ന പല താളങ്ങളിലോ അല്ല അത് പാടുന്നത്. ആ പാടുന്നതിനകത്തുകൂടി നമ്മുടെ സാമൂഹിക രാഷ്ട്രീയം കൂടി ഉന്നയിച്ചുകൊണ്ട് അത് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണത്തിന് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വേടൻ എന്ന റാപ്പർ ചെയ്തൊരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. അതായത് ഒരു അടിസ്ഥാന സമൂഹമാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തിന്റെ ഉച്ചനീചത്വങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ഈ നാട്ടിന്റെ അടിസ്ഥാന വിഭാഗത്തിൽ പ്രിവിലേജ് ഇല്ലാത്ത മനുഷ്യരുടെ ശബ്ദമായി ഉയർന്നു വരികയാണ്. അത് ഉയർന്നു വന്ന സന്ദർഭത്തിൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആശാന്മാർക്ക് അത് ഇതുവരെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അതൊന്നും മുഖ്യധാരയിലേക്ക് വരേണ്ടതേ അല്ല. നീ പാണനല്ല, ഞാൻ പാണനല്ല, പുലയനല്ല, പറയനല്ല, നീ തമ്പ്രാനുമല്ല, ആണെങ്കിൽ ഒരു തൈരുമല്ല എന്ന് പറയുന്നിടത്ത് അത് എത്രമാത്രം പൊള്ളിച്ചു എന്നാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും തമ്പ്രാന്മാരുണ്ടെന്നേ, തമ്പ്രാൻ മനോഭാവക്കാരുണ്ടെന്നേ. കാര്യം ആരെയാണ് ഇത് പൊള്ളിക്കേണ്ടത്? ഈ തമ്പ്രാൻ എന്ന് പറഞ്ഞാൽ ഒരു തൈരുമല്ല എന്ന് പറയുന്നിടത്ത് തൈര് എന്ന വാക്ക് ആരെയാണോ പൊള്ളിച്ചത് അവരുടെ മനസ്സിൽ അവരാരാണ്? ഞങ്ങൾ ഈ നാട്ടിൽ ഇപ്പോഴും ജാതിവാലായിട്ട് ഞാൻ നായരാണ്, ഞാൻ നമ്പ്യാരാണ്, ഞാൻ മേനോനാണ്, ഞാൻ വർമ്മയാണ്, ഞാൻ നമ്പൂതിരിയാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന ജാതി കോമരങ്ങൾക്കിടയിലേക്ക് നീ ആ ജാതിയും വെച്ച് നടക്കുന്ന സമയത്ത് നിന്നെ ഞാൻ തമ്പ്രാനായി കാണുന്നില്ല എന്ന് അടിസ്ഥാന വിഭാഗത്തിലെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഇല്ലായ്മ ചെയ്യാൻ ഈ നാട്ടിലെ ഒരു നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് കൂടി നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. അതായത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഇത് എത്ര പേർ ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. സാധാരണഗതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങൾക്കിടയിൽ ഒരു വലിയ നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാധ്യമങ്ങൾക്കിടയിലും. വേടനെതിരെ വന്ന 2 കാര്യങ്ങളുടെ ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ആ ഉദാഹരണങ്ങൾ കേട്ടിട്ട് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. അതൊരു പ്ലാൻഡ് ആണോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തുകൊണ്ടുവന്ന വിവാദമാണോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന ആരോപണം ഉയർന്നു വന്നു. എന്തോരം ന്യായീകരണങ്ങളാണ് അദ്ദേഹത്തിന് വേണ്ടി സമൂഹത്തിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ചെയ്ത്. ഇവിടെ പരാതിക്കാർ കേസുണ്ടെങ്കിൽ പോട്ടെ എന്നുള്ള നിലയ്ക്ക് ഒരു ഓഡിയോ പോലും പുറത്തു വന്നിട്ട് ന്യായീകരിക്കാൻ ആളുണ്ട്. അത് നേരത്തെ വിജയ് ബാബു എന്ന് പറയുന്ന ഒരു സവർണനായിട്ടുള്ള ഡയറക്ടർക്കെതിരെ ഒരു നടി പരാതി പറഞ്ഞ സന്ദർഭത്തിലും അദ്ദേഹത്തിനും ആ പ്രിവിലേജ് കിട്ടുന്നുണ്ട്. മുകേഷ് നായർ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഒരു പോക്സോ കേസ് ആരോപണം ഉയർന്നു വന്നപ്പോഴും അദ്ദേഹത്തെ രക്ഷിക്കാനൊക്കെ മെന്നിൻ എന്തോ ഒരു പുരുഷ സംഘടന എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് മാത്രം. പക്ഷെ ഇതൊന്നും വേടന് കിട്ടില്ല. ഇതെല്ലാം ആർക്ക് മാത്രമാണ്? രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു പ്രത്യേക ജാതിക്കാരൻ അല്ലെങ്കിൽ ഒരു പ്രിവിലേജുകാരൻ ചിലർക്ക് വേണ്ടി മാത്രം. അത് ദിലീപിന് വേണ്ടി ശബ്ദമാകും, പക്ഷെ വേടന് വേണ്ടി ഒരിക്കലും ശബ്ദമാകില്ല. അത് എന്തുകൊണ്ടാണ്? വേടൻ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരൊക്കെ ഇരിക്കുന്ന പൊസിഷനിലേക്ക് എത്തേണ്ടവരല്ല, അവൻ വെറും താഴേക്കടയിൽ കിടക്കുന്നവരല്ലേ. അപ്പോ പറഞ്ഞു വന്ന അതല്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തന്നെ ആലോചിക്കുക. വേടനെതിരെ പീഡന പരാതി വന്നു എന്ന് പറയാം. അത് 2020, 21 കാലഘട്ടത്തിലാണ് പറയപ്പെടുന്നത്. 2 ഒരു ഡോക്ടർ പെൺകുട്ടിയും മറ്റൊരു പെൺകുട്ടിയെയും പീഡിപ്പിച്ചു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് കൊച്ചിയിലെയും കോഴിക്കോടത്തെയും ഫ്ളാറ്റിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പറയുന്നു. 2020, 21 വേടൻ ആരാണ്? നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും അറിയോ? 2020, 21, 25 ആയിട്ടേ ഉള്ളൂ. ഒരു 3-4 വർഷം മുന്നേ ഇങ്ങനെ ഒരു കഥാപാത്രത്തെ കുറിച്ച് നമ്മൾ കേട്ടുകേൾവിയില്ലാത്തൊരു നാടാണ്. ആ നാട്ടിൽ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ട അച്ഛനും അമ്മയും വീട്ടുജോലിക്ക് പോകുന്നവർ, അല്ലെങ്കിൽ ഏറ്റവും വലിയ കൂലിവേലയ്ക്കൊക്കെ പോകുന്നവർ, സ്വന്തമായിട്ട് വീടില്ല, ഒരു സ്ലം പോലെ അല്ലെങ്കിൽ കോളനി പോലുള്ള ഇടങ്ങളിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന്റെ അടുത്ത് ഒരു ഡോക്ടർ ഈ ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടായെന്ന് നമുക്കറിയാം. പക്ഷേ അതിലൊരു കഥ നോക്കി. കൊച്ചിയിലും കോഴിക്കോടും ഫ്ളാറ്റിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. ഫ്ളാറ്റ് 2021. ഈ അന്നത്തെ ആഹാരത്തിന് കാശില്ല, ഇടുന്ന ഡ്രസ്സിന് പൈസ ഇല്ലാത്തൊരു കാലഘട്ടമുണ്ട് അവർക്ക്. ആ കാലഘട്ടത്തിൽ ഈ ഡോക്ടറായിട്ടുള്ള ഒരാളെ നമുക്ക് പരിഗണിക്കാം. പിന്നീട് 2 ഉന്നത വിദ്യാഭ്യാസമുള്ളവർ വരികയാണ്. അതിൽ കൂടി നിങ്ങൾ പ്ലാന്റിങ് എന്താണെന്ന് ആലോചിച്ച്. അതായത്
മുഖ്യമന്ത്രിക്ക് പരാതി അയക്കുകയാണ്. ആര്? ഈ പറയുന്ന 2 പെൺകുട്ടികൾ മുഖ്യമന്ത്രിക്ക്, അതായത് ഈ പറയുന്ന പാണനല്ല പാട്ട് വന്നതിന് ശേഷമാണ് ഇദ്ദേഹത്തിനെതിരെ പീഡനാരോപണം. അതിൽ ആദ്യത്തെ ആ ഡോക്ടർ പെൺകുട്ടിയുടെ പീഡന ആരോപണം വന്നതിന് ശേഷമാണ് ഈ ഹൈക്കോടതിയിലേക്ക് മുൻകൂറിന് മൂവ് ചെയ്യുന്ന സന്ദർഭത്തിൽ അടുത്ത പരാതികൾ നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരുന്നു. ഒന്ന് ചിന്തിക്കുക, ഒരു മെയിൽ വഴി പോകുന്ന പരാതിയാണ്. നമ്മുടെ നാട്ടിൽ ഈ പരാതി കൊടുക്കുന്ന ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താറില്ല. അതാണ് ഇവർ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ സേഫ് പ്രിവിലേജ് എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ആ പോകുന്ന ട്രാക്ക് എന്താണെന്ന്. മുഖ്യമന്ത്രിക്ക് പരാതി അയക്കുകയാണ്. എങ്ങനെ? മെയിൽ വഴി. 2 പേർ തമ്മിൽ നടക്കുന്ന മെയിൽ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ മുഖ്യമന്ത്രിക്ക് ഈ പരാതിക്കാരി നേരെ അയക്കുന്ന ഒരു മെയിൽ ആരൊക്കെ മാത്രമേ അറിയാൻ വഴിയുള്ളൂ. അയച്ച വ്യക്തിയും അറിയും. മുഖ്യമന്ത്രിക്ക് കിട്ടുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇങ്ങനെ വേടനെതിരെ പരാതി വന്നു എന്നുള്ള കാര്യം പറയും. ഇതെങ്ങനെയാണ് മൂന്നാമത് ഉടനെ മാധ്യമങ്ങൾക്ക് കിട്ടുന്നത്? അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയാൽ ബന്ധപ്പെട്ട എവിടെ നിന്നാണോ പരാതി വന്നിരിക്കുന്ന ആ അഡ്രസ് വെച്ചിട്ട് ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പരാതി എന്ത് ചെയ്യും? കൈമാറും. പക്ഷെ ഈ പരാതി നേരെ മുഖ്യമന്ത്രിക്ക് കിട്ടിയതിന് പിന്നാലെ തൊട്ടടുത്ത് ചെല്ലുന്നത് മാധ്യമങ്ങളുടെ കയ്യിലാണ്. അതും ചില മാധ്യമങ്ങളുടെ കയ്യിലേക്ക് ചെല്ലുന്നു, വലിയ വാർത്തയാകുന്നു. അതായത് വേടനെതിരെ പീഡന പരാതി. അപ്പോ പീഡന പരാതി കൊടുത്ത ആൾ എന്തിനായിരിക്കും ഇത് ചോർത്തിയിട്ടുണ്ടാവുക? ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്ത അതിൽ നീതിന്യായം അവർക്ക് ഉറപ്പാക്കേണ്ടതാണ്. പക്ഷേ അത് ഉടനടി തന്നെ കൊടുത്തു എന്ന പേരിൽ ആ മെയിൽ ചോർത്തി ചില മാധ്യമ പ്രവർത്തകരുടെ കയ്യിലെത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണ്? വാർത്തയാവുക. വാർത്തയായതിനു ശേഷം ആൾക്കാരുടെ ഇടയിലേക്ക് ക്രെഡിബിലിറ്റി തെറിപ്പിക്കുക, അല്ലെങ്കിൽ 2 പേർക്കിടയിലുള്ള ആശയവിനിമയം മാധ്യമങ്ങൾക്കിടയിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അവിടെയാണ് വേടനെതിരെ നടക്കുന്ന ഗൂഢാലോചനയുടെ ഏറ്റവും വലിയ തെളിവ്. അതായത് മാധ്യമപ്രവർത്തകർ ഇതിന്റെ 2 നെറ്റ്വർക്കിന്റെ ഇടയിലുമില്ല, പക്ഷെ അത് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പരാതി കൊടുത്തു എന്നതിന്റെ പേരിൽ അയാൾക്കെതിരെ ഒരു വലിയ അല്ലെങ്കിൽ ഒരു വലിയ വാർത്താ ചർച്ച നമ്മുടെ സമൂഹത്തിൽ നടക്കണം. അതിലൂടെ അയാൾക്കുണ്ടായ വിശ്വാസ്യത തകർക്കണം. രണ്ടാമത്തെ കാര്യം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വേടനെതിരെ ഒരു അറസ്റ്റ് നടന്നു, ഒരു കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എറണാകുളത്ത് ഫ്ളാറ്റിൽ നിന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. എക്സൈസ് കേസ് ഉണ്ടാവുകയാണ്. ആ എക്സൈസ് കേസുമായി ബന്ധപ്പെട്ട് പോലും ഒരാളെ കൊടുക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് മറ്റൊരു സുഹൃത്തിന്റെ ഫ്ളാറ്റിലേക്കാണ് ചെല്ലുന്നത്. ആ ഫ്ളാറ്റിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്ന് കഞ്ചാവ് പിടിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്? അതായത് വേടന്റെ പേരിലുള്ള ഫ്ളാറ്റ് അല്ല, വേടന്റെ കൈവശത്ത് നിന്നുമല്ല കഞ്ചാവ് പിടിച്ചത്. ആ ഫ്ളാറ്റിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നത് പോലീസ് പിടിച്ചെടുക്കുകയാണ്. ആ പിടിച്ചെടുത്തതിന് ആരായിരിക്കും ഉത്തരവാദി? സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ നിങ്ങളുടെ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ച ആരാണ്? RC ഓണർ. RC ഓണറാണ് കുറ്റക്കാരൻ ആണല്ലോ. അപ്പോൾ ഒരു വീടിന്റെ ഉടമ വേടനല്ല. വേടനല്ലാത്ത വീട്ടിൽ നിന്ന് ഈ കഞ്ചാവ് പിടിച്ചതിന് ശേഷം ആ ഓണറെ പിടിക്കുന്നതിന് പകരം വേടനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അയാളടുത്ത് ചോദിച്ചപ്പോൾ അയാളുടെ ഒരു മാന്യതയും, അയാൾ എന്ന വ്യക്തി വളരെ കലർപ്പില്ലാത്ത, അല്ലെങ്കിൽ അയാൾ ഒരു മറ്റേ കള്ളത്തരങ്ങളൊന്നുമില്ല, പൊള്ളത്തരങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യന് തോന്നിയത് അയാൾ സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. അതാണ് ഞാൻ പറഞ്ഞ അന്തസ്സോടുകൂടി ഒരാൾ ഒരു കാര്യത്തിൽ അയാൾക്കെതിരെ ആരോപണം വന്നപ്പോൾ ഞാൻ അത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു നടനെ നിങ്ങൾ കണ്ടില്ലേ? ഒരു എക്സൈസ് പിടിക്കാൻ ചെന്നപ്പോഴത്തേക്കും ഷൈൻ ടോൺ ചാക്കോ 7ാമത്തെ 5ാമത്തെ നിലയിൽ നിന്ന് എടുത്തിയാടി ഓടിക്കളയാണ് ചെയ്തത്. അവർ മഹാന്മാരാണ് ഇപ്പോഴും. അവരെ കുറിച്ച് യാതൊരു തരത്തിലും വിമർശനമില്ല. പക്ഷെ വേടനെതിരെ വല്ലാത്ത വിമർശനം ഉണ്ടാകുന്നുണ്ട്. എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ആ വ്യക്തിയെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അന്ന് തന്നെ നിങ്ങൾ ആലോചിക്കൂ. അയാൾ അറസ്റ്റ് ചെയ്ത് നേരെ കൊച്ചിയിലേക്ക് കൊണ്ടുപോയതിനു ശേഷം, ഈ എക്സൈസ് ഓഫീസിലേക്ക് കൊണ്ടുപോയതിനു ശേഷം അയാളിൽ പുലിപ്പല്ലുണ്ട് എന്നുള്ള തരത്തിൽ ഉടനടി വനം വകുപ്പ് വരികയാണ്. ലോകത്ത് എവിടെയെങ്കിലും സംഭവിക്കുമോ? മുകേഷ് നായരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയല്ലോ, അല്ലെ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് അയാളുടെ കഴുത്തിൽ ഒരു പുലിദാഹം കിടപ്പുണ്ട്. ഏതെങ്കിലും മറ്റേ ഫോറസ്റ്റുകാർ അന്വേഷിച്ചു വന്നു. അവിടെയാണ് നേരത്തെ പറഞ്ഞ കണക്ക് ഉദ്യോഗസ്ഥ നെറ്റ്വർക്ക്. ആ ഉദ്യോഗസ്ഥ നെറ്റ്വർക്ക് ആദ്യം മാധ്യമങ്ങളിലേക്ക് ഈ വാർത്ത കൊടുക്കും. വാർത്ത കൊടുത്ത് ഹൈപ്പ് വരുമ്പോൾ ആൾക്കാരുടെ ഇടയിലേക്ക് മറ്റ് ചിന്തകൾ വരാതെ ഇവയാൾ കുഴപ്പക്കാരനാണ്, ഇയാൾ മോശക്കാരനാണ്, കള്ളനാണ്, കപടനാണെന്ന് തോന്നിക്കുന്ന വിധത്തിൽ മാധ്യമ വാർത്ത കൊണ്ട് ഒരാളെ ഇല്ലാതാക്കുക എന്നുള്ള ഇവരുടെ നെറ്റ്വർക്കിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം അവിടെയാണ്. ആ പ്രവർത്തനമാണ് ഈ സർക്കാരിന്റെ ഇടപെടലിൽ പലയിടങ്ങളിലും ഇവർ വിചാരിക്കുന്ന പല കാര്യങ്ങളെയും പൊളിച്ചെടുക്കുന്നത്. അതായത് ആ കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഈ ഉദ്യോഗസ്ഥരുടെ നെറ്റ്വർക്കിനെ കുറിച്ച് അറിയാതെ അതിനനുസരിച്ച് നിശബ്ദത പാലിച്ചെങ്കിലും പിന്നീട് വേടനെ കുടുക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നടക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ആ കേസ് കോഷിയാനായിട്ടുള്ള ഇടപെടൽ സർക്കാർ നടത്തി രക്ഷപ്പെടുത്തി. പിന്നീട് ഇപ്പോ ഈ ആരോപണങ്ങളെല്ലാം ഉണ്ടാക്കിയതിനു ശേഷം സംസ്ഥാന സർക്കാർ വലിയ വലിയ വിമർശനങ്ങൾ, ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വലിയ വിമർശനങ്ങൾ ഇതുപോലെ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ വിമർശനങ്ങൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞപ്പോഴും വേടന് അവാർഡ് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. ഒരു പക്ഷേ ഇപ്പൊ കൊടുത്തില്ലെങ്കിൽ പിന്നീട് അയാൾക്ക് എപ്പോ കിട്ടുമായിരുന്നു. അതായത്
ഈ പറയുന്ന മഞ്ഞുമൽ ബോയ്സിലെ ഈ പാട്ട് ശ്രദ്ധിക്കപ്പെട്ടു. അതിന് അവാർഡിന് ഒരു റാപ്പ് സംഗീതം എന്നുള്ള നിലയ്ക്ക് ഒരു സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ഒരു സന്ദർഭം ഈ ഒരു ഘട്ടത്തിലാണ് അങ്ങനെ ഒരു പാട്ട് കൂടി പരിഗണനയിൽ വരുന്നത്. ആ പരിഗണനയിൽ വരുന്ന സന്ദർഭത്തിൽ നാളുകളിൽ അദ്ദേഹത്തിന് ഇതുപോലൊരു പാട്ട് ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും ആർക്കും അറിയില്ല. പക്ഷെ ആ പാട്ട് ജനം ഏറ്റെടുത്തു. മഞ്ഞുമൽ ബോയ്സിലെ ആ പാട്ടിന് ഈ സന്ദർഭത്തിൽ ഒരു അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് പറയുന്നത്. തൽക്കാലം ആ രീതിയിലൊക്കെ ഒരു ക്ലാസ് എടുക്കുന്നവരോട് പറയാനുള്ളത്, ഇങ്ങനെയൊക്കെയാണെന്നേ ഈ നാട്. നിങ്ങൾ വരച്ചിട്ട ചില വരകളുണ്ട്. നിങ്ങൾ ഈ സമൂഹത്തിനിടയിലേക്ക് കടത്തിവിട്ട ചില ഇഷ്ടങ്ങൾ, മനുഷ്യരെ അടിച്ചേൽപ്പിച്ച ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ, ശുദ്ധ സംഗീതം, ഇതൊക്കെ മാത്രമാണ് ഈ നാട്ടിലെ മികച്ചത്. ഇത് ചെയ്യുന്നവരാണ് കുലസ്ത്രീകൾ, കുലപുരുഷന്മാർ, ഇവർ മാത്രമാണ് മാതൃകയുള്ളവർ എന്ന് പറയുന്നിടത്തേക്കും അയാൾ ആ പാട്ടിന്റെ ഇടയിൽ പറഞ്ഞ ഒരു വാചകം നിങ്ങൾ എടുത്ത് ഉയർത്തി കാട്ടുന്നുണ്ട്. കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ. വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഒരു വ്യക്തി കള്ളം, അതായത് മദ്യപാനത്തിന്റെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. മദ്യപാനത്തിന്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഒരു വ്യക്തി, പലരും നിങ്ങൾ സമൂഹത്തിനിടയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടാവുന്ന ഒരു വാചകമുണ്ടാവും. അതായത് മദ്യപിച്ചു കഴിഞ്ഞാൽ അയാൾ വലിയ അലമ്പാണ്, അയാളോടൊപ്പം മദ്യപിക്കാൻ കൊള്ളില്ല, അയാൾ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നക്കാരനാണ്. അതെന്താണ് പ്രത്യേകത, നിങ്ങൾ ഇതുവരെയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മദ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ കള്ളം പറയില്ല എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ചില വ്യക്തിത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിന്റെ മുന്നിൽ വലിയ കപടന്മാരാണ്. വിനയാന്വിതരായി മാന്യന്മാരായിട്ടൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ ഇവർ അഭിനയിക്കാറുണ്ട്. പക്ഷേ ഇവർ അത് കാണിക്കുന്നത് ഒരു കൃത്രിമത്വമാണ്. 2 പെഗ് മദ്യം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഈ ആളുടെ ബ്രെയിനിന്റെ ആ ചിന്താഗതി കട്ടാവുകയാണ്. അയാൾ ഉള്ളിൽ ഒരു തളച്ചിട്ടേക്കുന്ന യഥാർത്ഥ ഒരു ഫ്രോഡുണ്ട്, അതിനെ അങ്ങ് തുറന്നു വിടും. അതാണ് ഈ കുടിച്ച കള്ളമൊന്നും പറയില്ല എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പലതും പുറത്തേക്ക് വരും. അത് നിങ്ങൾ നോക്കിയാൽ ഇയാളാണോ കുടിക്കുമ്പോൾ ഇങ്ങനെ ആകുന്നതെന്ന് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ മാന്യൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആരാണ്? ആ മദ്യപിച്ചുകൊണ്ട് കാണിക്കുന്ന കൂറത്തനം ഉണ്ടല്ലോ, അതാണ് അയാളുടെ ഉള്ളിലുള്ള യഥാർത്ഥ മനുഷ്യൻ. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് മദ്യത്തിന് അങ്ങനെ കൂടി ഒരു ക്വാളിറ്റി ഉണ്ട്. ഏറ്റവും വലിയ കപടനെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഈ മദ്യപിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ ഈ 2 മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ മദ്യം അതിൽ ഇയാളുടെ യഥാർത്ഥ പേഴ്സണാലിറ്റി എടുത്ത് സമൂഹത്തിന് തുറന്നു കാട്ടിക്കൊടുക്കും. അതായത് ഏറ്റവും അലമ്പ് കാണിക്കുന്ന, ഏറ്റവും വൃത്തികേട് കാണിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അങ്ങനെയുള്ള വ്യക്തി ചിലപ്പോൾ രാവിലെയൊക്കെ നോക്കുമ്പോൾ അയ്യോ എത്ര മാന്യനായിട്ടുള്ള വ്യക്തി എന്ന് തോന്നും. പക്ഷേ അയാൾ മാന്യനല്ല. അയാളുടെ ഉള്ളാലെയുള്ള വ്യക്തി എന്താണെന്ന് മദ്യം നിങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടിത്തരുന്ന ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ കണ്ടതെന്നുള്ളതാണ് വസ്തുത. അത് അയാൾ മനസ്സിലാക്കി സ്വന്തം പാട്ടിനകത്തൊരു യാഥാർത്ഥ്യം എഴുതി. അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ ശബ്ദമായിക്കൊണ്ട് ആ സമൂഹത്തിലെ മനുഷ്യരുടെ ബോധവൽക്കരണത്തിന് വേണ്ടി ഇന്നും അടിമത്വ മനോഭാവത്തിൽ കിടക്കുന്നവർ, സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ അവസരങ്ങളില്ലാത്തവർ, അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങൾ അടിമയാർ, ഉടമയാർ, ഈ നീർനിലങ്ങളുടെ കാര്യങ്ങളൊക്കെ അയാൾ ചോദിക്കുമ്പോൾ അതൊരു വിപ്ലവകരമായ ചോദ്യമാണെന്ന്. ആ ചോദ്യം സാധാരണക്കാരന്റെ ഭാഷയിൽ ഈ പറയുന്ന നമ്മുടെ ഈ ശുദ്ധ സംഗീതം എന്ന് പറഞ്ഞാൽ സംസ്കൃതവും ഈ ഘടാഘടിയന്മാരായിട്ടുള്ള വാക്കുകളൊക്കെ എഴുതി ചേർത്ത ആൾക്കാർക്ക് അതിൽ അന്തർലീനമായിരിക്കുന്ന അർത്ഥങ്ങൾ മനസ്സിലാക്കാതെ, പക്ഷേ ഇവർ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും സംഗീതത്തിലൂടെയും സിനിമകളിലൂടെയൊക്കെ ഇവർ ഉള്ളിലേക്ക് കുത്തി നിറച്ച് മനുഷ്യനെ അടിമകളിൽ നിന്ന് അടിമത്വത്തിലേക്ക് അടിച്ചമർത്തുന്നതുകൊണ്ട്. അത് നിങ്ങൾ ആലോചിച്ചാൽ മതി. എന്തുകൊണ്ട് സംഘപരിവാർ എന്ന് പ്രൊപ്പഗാൻഡ സിനിമ എടുക്കുന്നു? മറ്റേ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ എടുത്ത് ഇവർ പുറത്തേക്ക് വിടുന്നത് എന്താണ്? ഇവർക്ക് എല്ലാ കാലത്തും ഇവരുടെ ആയുധം എന്താണ്? സംഗീതവും ഈ സോഷ്യൽ മീഡിയകളിലൂടെയുള്ള സംഗീതവും സിനിമ പോലുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തുടങ്ങി പലതിലും ഈ ശുദ്ധ ഭാഷ, ശുദ്ധ സംഗീതത്തിന്റെ ഇടയിലൂടെ അവർ ഉദ്ദേശിക്കുന്ന ഈ തെറ്റിദ്ധാരണകൾ ജനങ്ങളുടെ ഉള്ളിലേക്ക് കുത്തി നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാധ്യമങ്ങളാണ് അവർക്ക് ഇതെല്ലാം. അപ്പോൾ ആ മാധ്യമത്തിലേക്ക് മറ്റൊരു വിഭാഗത്തിൽ ഒരു മനുഷ്യൻ കടന്നു വരുമ്പോൾ ആ കടന്നുവരവ് ദഹിക്കുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കടന്നു വന്നു കഴിഞ്ഞാൽ ഇന്നലകളിൽ നമ്മൾ അടിച്ചമർത്തിയിരുന്ന, നമ്മൾ സ്പേസ് കൊടുക്കാതെ മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ അനുവദിക്കാതിരുന്ന മനുഷ്യർ കടന്നു വരുമ്പോൾ പൊള്ളലേൽക്കുമെന്നേ. ആ ഏൽക്കലിന്റെ ഒരു തീവ്രതയാണ് ഇപ്പോൾ കാണുന്നത്. ദേവരാജൻ മാസ്റ്ററേയും അല്ലെങ്കിൽ ഗിരീഷ് പുത്തഞ്ചേരി എത്രയോ ചാനൽ പരിപാടികളിൽ അദ്ദേഹം മദ്യപിച്ച് വളരെ വൾഗറായിട്ട് വന്നിരുന്ന് വർത്തമാനം പറയുന്നത് കേട്ടിട്ടുണ്ട്. അന്നൊന്നും ഇവർക്ക് പൊള്ളിയിട്ടില്ലല്ലോ. ആ സംഗീതത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ സാധാരണ ഈ പറയുന്ന സംസ്കൃതവും അല്ലെങ്കിൽ ഇവർ പറയുന്ന കർണാട്ടിക് ഒന്നും കുത്തി നിറയ്ക്കാതെ മനുഷ്യൻ ആസ്വദിക്കാൻ പറ്റുന്ന, മനുഷ്യന്റെ ഉള്ളിലേക്ക് ചില സത്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, ഈ സമൂഹത്തിന്റെ ഒളിച്ചുകടത്തലുകളെ പൊളിക്കുന്ന ചില കാര്യങ്ങൾ വിപ്ലവപൂർവ്വം പറയുമ്പോൾ അതിനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാതെ, അത് ഞങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റത്തെ മറ്റൊരു അടിസ്ഥാന വിഭാഗത്തിലുള്ളവർ ചോദ്യം ചെയ്യുമെന്നും തകർത്തെറിയുമെന്നും കാണുമ്പോൾ അതിനെതിരെ ആ കുരുപൊട്ടൽ ഉണ്ടല്ലോ, ആ കുരുപൊട്ടൽ ഈ നാട് തിരിച്ചറിയേണ്ടതുണ്ട്. അത് നിങ്ങളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വേടന്
വോട്ടിന് വേണ്ടി കൊടുത്തതാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ എടുത്തോളൂ. പക്ഷേ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് കൊടുക്കാൻ പറ്റുന്നത്? ഇനി ഒരു സിനിമയിൽ ഇത്രയും നല്ലൊരു മികച്ച സംഗീതം ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് വരില്ല. അങ്ങനെയുള്ള വേദിയിൽ ഇത് വേടന് മാത്രമല്ല, നേരത്തെ വിനായകന് സംസ്ഥാന അവാർഡ് കൊടുത്ത ആരാണ്? ഈ സർക്കാരാണെന്നേ. അപ്പോ വിനായകന് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വിനായകന്റെ സ്വഭാവ ദൂഷ്യത്തെ കുറിച്ചൊക്കെ ചോദിക്കുന്നത്, അതൊക്കെ സ്വഭാവ ദൂഷ്യത്തെയൊക്കെ നമ്മൾ കുറ്റം പറയുന്നുണ്ട്. പക്ഷേ കഴിവ്, ആ കഴിവിനെ ഒരിക്കലും ഇകഴ്ത്തില്ല. ആ കഴിവിനെ അംഗീകരിക്കപ്പെടേണ്ടതുണ്ട്. വേടൻ എന്ന ചെറുപ്പക്കാരനെ ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് ആരും പ്ലാൻ ചെയ്തതല്ല, സ്വയം വളർന്നു വന്നതാണ്. അയാളെ സമൂഹം സ്വീകരിക്കുന്നുണ്ട്. ആ സമൂഹം സ്വീകരിക്കുന്നവർ അത് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു കൊടുത്ത ശുദ്ധ സംഗീതവും സംഗീത ഉപാസനയും മാത്രമാണ് അംഗീകരിക്കപ്പെടേണ്ടത്. അതിനപ്പുറത്തേക്ക് വരുന്നത് അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ഈ സമൂഹത്തിൽ വിമർശിക്കുമെങ്കിൽ ആ വിമർശനത്തെ വളരെ ശക്തമായിട്ട് തന്നെ നേരിടാനാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ പുതുതലമുറ തയ്യാറാകേണ്ടത്. അങ്ങനെ ആ കുരുപൊട്ടലിനെതിരെ ശക്തമായിട്ടുള്ള സ്വരങ്ങളാകേണ്ടതുണ്ട്. ഇപ്പോ വോട്ടിന് വേണ്ടി വേടന് അവാർഡ് കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെ വോട്ടിന് വേണ്ടി ഒരു അവാർഡ് കൊടുത്താൽ ഈ സമൂഹം മുഴുവൻ ഈ സർക്കാരിന് വോട്ട് ചെയ്യുമെന്നാണോ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഈ മറ്റേ തലച്ചോറിന് പകരം മറ്റേ അതിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ നിറച്ചു വെച്ചിരിക്കുന്ന മനുഷ്യർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യനെ അംഗീകരിക്കപ്പെടേണ്ടത് ഈ സമൂഹത്തെ നിയന്ത്രിക്കുന്ന ചില കേന്ദ്രങ്ങൾ അദ്ദേഹത്തെ ഈ പ്ലാൻ ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള വിവാദങ്ങളിൽപ്പെടുത്തി ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്ന സമയത്ത് ആ മനുഷ്യരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഈ സമൂഹത്തിന്റെ ദൗത്യം. അതായത് വേട്ടയാടപ്പെടുന്നവനോടൊപ്പം ഉറച്ചു നിൽക്കുക. അയാൾ പറഞ്ഞ കാര്യങ്ങൾ, അയാൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ ചർച്ചയാക്കിയ വിഷയങ്ങൾ, അതിൽ കഴമ്പുണ്ടോ എന്ന് നോക്കുക. ആ കഴമ്പുണ്ടോ എന്ന് നോക്കിയതിനു ശേഷം അതിൽ നിലപാടെടുക്കുന്നത് തന്നെയാണ് കാലത്തിന് അടയാളപ്പെടുത്താൻ പോകുന്ന നിലപാടുകൾ. ആ നിലയ്ക്ക് നോക്കുമ്പോൾ സംസ്ഥാന അവാർഡ് എന്ന് പറയുന്ന ഒരു കലാകാരന്റെ ഏറ്റവും സ്വപ്ന തുല്യമായ നേട്ടത്തിലേക്ക് ആ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചടുപ്പിച്ച് അതിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുചെന്നെത്തിച്ച ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ആ സംവിധാനം എടുത്ത തീരുമാനത്തെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ് ഇകഴ്ത്താൻ ശ്രമിച്ചാലും അത് ആ വ്യക്തി അർഹതപ്പെട്ടതാണ്. ഇനി ഒരു കാലത്ത് ചിലപ്പോൾ ഒരു സർക്കാർ മാറിയാൽ പോലും ഈ നമ്മുടെ കടന്നുവന്ന കാലഘട്ടത്തിൽ കലാഭവൻ മണി ഉൾപ്പെടെയുള്ളവർ കുഴഞ്ഞു വീണേണ്ട കാലം എന്തായിരുന്നു? ഈ നാട് ഏറ്റവും കൂടുതൽ ഭരിച്ച ഒരു മനുഷ്യർക്ക് പോലും അത് ചെയ്യാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ അവിടെയെല്ലാം ഉത്തരമുണ്ട്. അതായത് ഈ പറയുന്ന ഈ നമ്മുടെ നാട്ടിലെ ഒരു ലക്ഷ്മണരേഖ വരച്ചിട്ടുണ്ടല്ലോ, ആ ലക്ഷ്മണരേഖ മറികടന്നുകൊണ്ട് വേടനെ ആ വേദിയിലേക്ക് ക്ഷണിക്കുമ്പോൾ, ആ പുരസ്കാരം കൊടുത്ത് ആദരിക്കുമ്പോൾ കുരുപൊട്ടലുകളുടെ ഒരു ദീപാവലി അരങ്ങേറുമെങ്കിലും അതിനെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള കാഴ്ചകൾ കൂടി കണ്ടുകൊണ്ടും ഈ നാട്ടിൽ പലതരത്തിലുള്ള ഈ സാംസ്കാരികതകളെല്ലാം നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണല്ലോ. ഈ പറയുന്ന ശുദ്ധ സംഗീതവും കർണാട്ടിക്കും മാത്രമല്ല, പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ പുതിയ ശബ്ദങ്ങൾ, പുതിയ പുതിയ മനുഷ്യർക്ക് മുഖ്യധാരയിലേക്ക് അവസരങ്ങൾ കൊടുക്കേണ്ടത് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അത് ഭംഗിയായി ചെയ്തു. അതിൽ കുരു പൊട്ടുന്നവരെ തൽക്കാലം മൈൻഡ് ചെയ്യാൻ താല്പര്യമില്ല, സൗകര്യമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇതാണ് ഈ വിഷയത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിൽ അനിൽകുമാർ VPയുടെ ഒരു പ്രതികരണം, നഞ്ചിയമ്മയ്ക്ക് അവാർഡ് കൊടുത്തപ്പോൾ കുരുപൊട്ടിയവർ വേടന് കിട്ടിയപ്പോൾ അസ്വസ്ഥപ്പെടാ. കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ്. നഞ്ചിയമ്മയ്ക്ക് കൊടുക്കാൻ പാടില്ല. അന്നും ഇതുപോലെ കുറെ പേർക്ക് ദേശീയ അവാർഡ് കിട്ടിയതിന്റെ സന്ദർഭത്തിൽ അവർക്കെതിരെ കുരുപൊട്ടി ഒലിക്കുന്ന കണ്ടു. അവർക്ക് ഇതെന്ത് സംഗീതമാണെന്നാണ് നിങ്ങൾ പറയുന്നതാണോ സംഗീതം? നിങ്ങൾ നിശ്ചയിക്കുന്ന ഗോത്രകലകളെ ഒന്നും അംഗീകരിക്കാൻ പാടില്ല. ഞങ്ങൾ ഈ നാട്ടിൽ സംഗീത ഉപാസകർ, ഞങ്ങളുടെ ജീവിതം സംഗീതത്തിന് നീക്കിവെച്ചവർ, നിങ്ങൾ ആ വഴിക്ക് പൊയ്ക്കോളൂ. നിങ്ങളുടെ സംഗീതത്തിനെ മാത്രമേ അംഗീകരിക്കാൻ പാടുള്ളൂ. ഞങ്ങളുടെ സംഗീതമാണ് ഏറ്റവും മികച്ച സംഗീതം. അതിൽ നിന്നല്ലാതെ അവാർഡ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം കൂടി പഴയ പേരുകൾ എടുത്തുകൊണ്ടുവന്ന് ഈ സമൂഹം മുന്നോട്ട് പോകുമ്പോൾ ഇവരെയൊക്കെ ആദരിച്ചിരുന്നില്ലേ? അവരെയൊക്കെ ആ കാലഘട്ടത്തിൽ ആദരിച്ചിരുന്നതേ. ഇന്ന് ഈ കാലഘട്ടത്തിൽ പുതിയ തലമുറയെ ആകർഷിക്കുന്നത് എന്തു വരുന്നോ അതിനെ അംഗീകരിക്കുമെന്ന്, അവരെയും ചേർത്ത് പിടിക്കുമെന്ന്, അവരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന വിവാദങ്ങളുടെ ചുഴിയിൽ നിന്ന് പെട്ടില്ലാതായി പോകാതെ കൈപിടിച്ചുയർത്തി സമൂഹത്തിന്റെ മുന്നിൽ നിലനിർത്തുമെന്ന്. അത് തന്നെയാണ് ഭരണത്തിന്റെ ഒരു ഉത്തരവാദിത്തം എന്ന് പറയേണ്ടി വരികയാണ്. സാധാരണക്കാരനെ പിടിച്ചു നിർത്താനും സാധാരണക്കാരന്റെ വളർച്ചയെ തകർക്കാൻ ശ്രമിക്കുന്ന ആ നിഗൂഢതയെ പൊളിച്ചെഴുതുക എന്നുള്ളത് തന്നെയാണ് ഒരു പുരോഗമന സർക്കാരിന്റെ ഉത്തരവാദിത്തം. അത് ഈ സർക്കാർ ഭംഗിയായി നിർവഹിച്ചു എന്നുള്ളതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്റെ ശക്തമായ നിലപാട്. അതിന്റെ പേരിൽ നീ ഏവനെങ്കിലൊക്കെ കുരുപൊട്ടിയാൽ അതെനിക്ക് ഒരു വിഷയമുള്ള കേസല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോ ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. വേടന് നമ്മൾ ഫുൾ സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. ഈ എടുത്തതിനെ സംബന്ധിച്ചൊക്കെ വളരെ ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ടെങ്കിലും അതൊക്കെ മനസ്സിലാക്കേണ്ടത് അത് പ്ലാന്റഡ് ആണ്. ചില താല്പര്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന സാധനമാണ്. അപ്പോ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. എന്തൊക്കെയാണോ നവോത്ഥാനത്തിലൂടെ നമ്മൾ പുറന്തള്ളിയത് അത് പരിപൂർണമായിട്ട് പോയിട്ടില്ല. പല മനസ്സുകളിലും അത് അടിഞ്ഞുകൂടി കിടപ്പുണ്ട്. ആ അടിഞ്ഞുകൂടിയ മനസ്സുകൾക്കിടയിലേക്ക്
ഇത്തരം കാഴ്ചകൾ കാണിച്ച് അവരുടെ ആ ഉള്ളുണ്ടല്ലോ അഗ്നിപർവ്വതം പോലെ പൊട്ടിച്ച് ഒഴുക്കി കളഞ്ഞാൽ മാത്രമേ സമൂഹത്തിന്റെ കുറെ കൂടി നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന ജാതീയമായിട്ടുള്ള വേർതിരിവുകളൊക്കെ പൊളിച്ചെഴുതാൻ കഴിയുള്ളൂ. അതുകൊണ്ട് വേടന്റെ ശബ്ദമൊന്നും നിലയ്ക്കാനുള്ള ശബ്ദമല്ല, അതൊരു പ്രോത്സാഹനമാകണം. വേടന് കിട്ടുന്ന അംഗീകാരം ആ മേഖലയിൽ നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് കൂടി ഊർജ്ജമാകേണ്ടതുണ്ട്. അവരെ ആ മേഖലയിൽ നിന്ന് വേടനെ പോലുള്ള കലാകാരന്മാർ ഉയർന്നു വരേണ്ടതുണ്ട്. അതിന് ആ ശബ്ദത്തെ അംഗീകരിച്ചുകൊണ്ട് അതിനെ ആദരിക്കേണ്ടത് ഇവിടുത്തെ ഒരു സംവിധാനത്തിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അത് മനോഹരമായിട്ടും സർക്കാർ ചെയ്തു എന്നുള്ളതാണ്. വിമർശനങ്ങൾ വരുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ല, വേടന്റെ കൊണ്ട് ഇപ്പോ വോട്ട് നേടിക്കളയാമെന്നുള്ള മോഹമാണെന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് ഈ ഒരു തൊഴിലാളി സർക്കാർ, പിന്നോക്കക്കാരുടെ സർക്കാർ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അവരുടെയൊക്കെ ചിന്താഗതിയൊന്നും നമുക്ക് മാറ്റി എഴുതാനോ അവരൊക്കെ നല്ലത് വിചാരിക്കുമെന്നൊന്നും കരുതിക്കൊണ്ടതുമല്ല. അവരവരുടെ വഴിക്ക് പോട്ടെ, നമ്മൾ നമ്മുടെ വഴിക്ക് പോകും. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ, ചെയ്യേണ്ടത് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. അത് വരും കാലങ്ങളിൽ അല്ലെങ്കിൽ ഈ കാലവും കഴിഞ്ഞ് പുതിയ കാലത്തേക്ക് പോകുമ്പോൾ അന്ന് ജീവിച്ചിരിക്കുന്നവർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ തീരുമാനം ശരിയാണോ അല്ലയോ എന്ന് അവർ അടയാളപ്പെടുത്തട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അത് നമ്മൾ ചരിത്രത്തിന് വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ്. ഈ തീരുമാനത്തെ സംബന്ധിച്ച് നമ്മൾ എടുക്കേണ്ട ഉത്തരവാദിത്തം അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനം എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കുറച്ചധികം സമയം നിങ്ങളുടെ കവർന്നു. അപ്പോ കുറെ പേര് പ്രതികരിച്ചിട്ടുണ്ട്. ഷാജു കേരളത്തിലെ ജാതീയത ചർച്ച ചെയ്യട്ടെ, പുതുതലമുറ അറിയട്ടെ, നന്മയെന്ന്. അതെ, അപ്പോ ഇതൊക്കെയാണ് പലതരത്തിലുള്ള ബോബി മാത്യു വേടന് ഫുൾ സപ്പോർട്ട്, സിദ്ദിഖ് വഞ്ചിയൂർ ഹായ്, ഹായ്. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒളിച്ചുകടത്തലുകൾ. സജീവ് ആന്റണി, വിഗതകുമാരൻ ഇംഗ്ലീഷ്, ദ ലോസ്റ്റ് ചൈൽഡ് ഈസ് എ 1928 Indian silent written, produced and directed by J.C. Daniel. Also played the hero in the movie. Lead actor speaker Rosie was a Dalit who was played an upper caste Nair woman, which caused an uproar at the film's premiere at the Capitol Theatre in Thiruvananthapuram History Repeats. Okay. ഞാൻ പറഞ്ഞ അതൊക്കെ ഒരു ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. നമ്മൾ ഇന്ന് എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത് എന്നുകൂടി നമ്മുടെ സജീവ് ആന്റണിയെ പോലുള്ളവർ എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഈ വിഗതകുമാരൻ എന്നുള്ള സിനിമയിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഒരിക്കലും ഒരു ഹിസ്റ്റോറിക്കൽ തീരുമാനമായിട്ട് പറയത്തില്ല. അതുപോലെയാണ് ഇന്നത്തെ കാര്യവും. ഇന്ന് ജീവിച്ചിരിക്കുന്ന പല മൂരാച്ചികളും ഇതിനെ വിമർശിക്കുന്നുണ്ടെങ്കിലും നാളെ ഇതുപോലുള്ള പല സജീവ് ആന്റണിമാർ നമ്മുടെ പുതിയ തലമുറയിൽ വരുമ്പോൾ ഈ തീരുമാനം ശരിയാണോ അല്ലയോ എന്ന് അന്നത്തെ കാലത്ത് ഇതുപോലുള്ള സോഷ്യൽ മീഡിയകളിൽ അവർ ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അവിടെയൊക്കെയാണ് തീരുമാനങ്ങളെ നമ്മൾ കൈയടിക്കേണ്ടതെന്ന് പറയേണ്ടി വരികയാണ്.